ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എനിക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഫോൺ കോളുകൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും വീട്ടമ്മമാരാണ്. സാർ, ഞങ്ങളൊരു നിസ്സഹായ അവസ്ഥയിലാണ്, ഞങ്ങളെ ഒന്ന് സഹായിക്കണം, ഞങ്ങളുടെ ആവശ്യം ന്യായമാണോ എന്ന് സാറ് ഒന്ന് പരിശോധിക്കണം, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം. സത്യത്തിൽ ഒരു ഗവൺമെൻറ് ജോലി ലഭിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം വീട്ടമ്മമാർ, അതോടൊപ്പം പുരുഷന്മാരുമുണ്ട് കേട്ടോ. നമ്മളുടെ PSCയുടെ ആ റിക്രൂട്ട്മെൻറ്റ് സർക്കിളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണവർ. അവരുടെ ആവശ്യം PSCയുടെ പ്രായപരിധി ഉയർത്തണമെന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ 36 35 ആയിരുന്നു. ഒരു വർഷം പെൻഷൻ പ്രായം കൂട്ടിയപ്പോൾ 36 കോർപ്പറേറ്റീവ് സെക്ടറിലൊക്കെ 40 ഈ അടുത്ത് അസിസ്റ്റന്റ് പ്രൊഫസറുടെ പ്രായപരിധി 50 ഉയർത്തിയിരുന്നു. അവിടെ അതിനിടയിലൂടെ ഇവരാവശ്യപ്പെടുകയാണ്, ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്, സാർ പ്രായപരിധി 40 ഉയർത്തു, 36 നിന്ന് 40 ഉയർത്തു. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം അവർ ഗവൺമെൻറ്റിനോട് ഉന്നയിച്ചിട്ടുണ്ടെന്നും ഗവൺമെൻറ് അത് പരിഗണിക്കുകയാണെന്നും പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പരിണിത ഫലമാണ് ഈ വീഡിയോ. നോക്കൂ. 2019 മുതലുള്ള 2 വർഷങ്ങൾ, കോവിഡ് കവർന്നെടുത്ത 2 വർഷങ്ങളായിരുന്നു അത്. അന്ന് PSC പരീക്ഷകൾ നടന്നില്ല കേട്ടോ, നോട്ടിഫിക്കേഷനുകൾ വന്നില്ല. പക്ഷെ പ്രായം നിശ്ചലമായി നിന്നില്ല. ഓരോരുത്തരുടെയും പ്രായം ആ 2 വർഷവും കുതിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് PSCക്ക് ഓവർലോഡായി. അവർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ വളരെ വളരെ വൈകി. അന്ന് പ്രായപരിധി അടുത്തു നിന്നിരുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ LDC എഴുതാൻ, LGS എഴുതാൻ, അസിസ്റ്റന്റ് ഗ്രേഡ് 2 എഴുതാൻ എല്ലാത്തിലുമുള്ള ഒരവസരം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അന്ന് അവരൊരു ആവശ്യം ഉന്നയിച്ചു, ഞങ്ങൾക്ക് കോവിഡിൻ്റെ ആ പരിധിയിലുള്ളൊരു കാലത്തിൻ്റെ വയസ്സിളവ് താൽക്കാലികമായിട്ടെങ്കിലും അനുവദിക്കണമെന്ന് അവർ പറഞ്ഞു. നമുക്കറിയാം, ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും സർക്കാരുകൾ അത് അനുവദിച്ചിരുന്നു. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പോലും അത് അനുവദിച്ചിരുന്നു. പക്ഷെ കേരളത്തിൽ അത് അനുവദിക്കപ്പെട്ടില്ല. അത് കൂടാതെ ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്നു, ഗവൺമെൻറ് തീരുമാനം എടുക്കുന്നതിൽ ഈ കാര്യം ഗൗരവതരമായി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കാം ഗവൺമെൻറ് തീരുമാനമെടുക്കാത്തത്. പെൻഷൻ പ്രായം പണ്ട് 35 നിന്ന് 36 ഉയർത്തിയപ്പോൾ അന്ന് പ്രായപരിധിയിൽ 1 വയസ്സിൻ്റെ വർധനവ് വരുത്തിയില്ലേ? 2013 ഏപ്രിൽ 1 മുതൽ നമ്മുടെ കേരളത്തിലെ സർവീസ് രംഗത്തെ പെൻഷൻ പ്രായം എത്രയാണ് നിങ്ങൾക്കറിയുമോ? ഇതിനു മുൻപ് ഏപ്രിൽ 1, 2013 മുൻപ് ജോയിൻ ചെയ്തവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉള്ളവർക്ക് 56. പക്ഷേ ഈ ഡേറ്റ് മുതൽ ജോയിൻ ചെയ്തവരുടെ പെൻഷൻ പ്രായം ഇന്ന് കേരളത്തിൽ 60. 35 ആയിരുന്നപ്പോൾ പെൻഷൻ പ്രായം 55 ആയിരുന്നു. പെൻഷൻ പ്രായം 56 ആയപ്പോൾ പ്രായം 36 മാറ്റി. അപ്പോൾ സ്വാഭാവികമായും പെൻഷൻ പ്രായം 60 ആകുമ്പോൾ ഒരു സ്വാഭാവിക നീതി എന്ന നിലയിൽ ഉയർന്ന പ്രായപരിധി 40 ആകേണ്ടതല്ലേ? ഞാനിത് യൂണിഫോംഡ് പോസ്റ്റിൻ്റെ കാര്യമല്ല പറയുന്നത്. അവിടെ കായികക്ഷമത ആവശ്യമാണ്. ഇത്രയും ഒന്നും കൂട്ടിക്കൊണ്ടുവരാൻ കഴിയില്ല, അതിനൊരു സർക്കാരിനും കഴിയില്ല, ആ കാര്യം വ്യക്തമാണ്. പക്ഷേ ഈ ക്ലറിക്കൽ പോസ്റ്റുകളിലൊക്കെ ഇങ്ങനെയൊന്നും മാറ്റി ഇപ്പോൾ വിഷമിച്ചിരിക്കുന്നു. അതല്ല, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ വീട്ടമ്മമാരൊക്കെ, അത് ആണുങ്ങളും ഉണ്ട് കേട്ടോ, ഞാൻ വീട്ടമ്മമാരെന്ന് പറഞ്ഞാൽ അവരിൽ ഭൂരിപക്ഷം അവരാണ് വിളിക്കുന്നത്, അതുകൊണ്ടാണ്. അവരൊക്കെ ഇപ്പോഴും അയക്കാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷയോടെ. ഗവൺമെൻറ്റിൽ അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. അവരുടെ പ്രതീക്ഷകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ പെൻഷൻ പ്രായം 60 എന്നതിലേക്ക് എത്തുകയും 2013 ഏപ്രിൽ 1 മുതൽ ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥികളിൽ പലരും റിട്ടയർ ചെയ്തു തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ
എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ കുട്ടികൾ ഗവൺമെൻറ്റിനോട് നടത്തുന്ന അഭ്യർത്ഥന വെറുതെയല്ല. വളരെ രസമുണ്ട്. ഇവരൊരിക്കലും ഗവൺമെൻറ്റിനോട് ആജ്ഞാപിക്കുന്നില്ല. ഇവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശയനപ്രദക്ഷിണം നടത്തിയിട്ടില്ല, പ്രതിഷേധ സമരങ്ങൾ നടത്തിയിട്ടില്ല. വളരെ നിശബ്ദരായി ഓരോ നേതാക്കളെയും കണ്ട്, മന്ത്രിമാരെ കണ്ട്, മുഖ്യമന്ത്രിമാരെ കണ്ട്, സ്റ്റാഫിനെ കണ്ട്, പ്രതിപക്ഷ നേതാവിനെ കണ്ട്, യുവജന സംഘടന നേതാക്കളെ കണ്ട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങളുടെ ഈ ആവശ്യം ന്യായമാണോ എന്ന് പരിശോധിച്ച് നിങ്ങളതൊന്ന് നിവർത്തിച്ച് തരൂ എന്ന് പറഞ്ഞ് അവരപേക്ഷിക്കുകയാണ്, അവർ വിലപിക്കുകയാണ്. അവരുടെ വിലാപം, ഈ അപേക്ഷ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായിരിക്കുന്നു. അവിടെ ഇതിന് സങ്കീർണതകളുണ്ട്. ഒരു സങ്കീർണതയുമില്ല. ഗവൺമെൻറ്റിന് ഒരു പൂവെറുക്കുന്ന ആ ഒരു സ്വാഭാവികതയോടെ ചെയ്തു മാറ്റാവുന്നൊരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ 309 ആർട്ടിക്കിൾ സംസ്ഥാന സിവിൽ സർവീസിനെ സംബന്ധിക്കുന്ന ചട്ടങ്ങളോ വിശേഷ ചട്ടങ്ങളോ രൂപീകരിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് ഗവർണർക്ക്. ഗവർണർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്, ഗവൺമെൻറ്റിനാണ്. അപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കാം. പിന്നെ നിയമസഭയുടെ സാധുത വേണോ എന്ന് ചോദിച്ചാൽ, നിയമസഭ 1968 പാസാക്കിയ കേരള പബ്ലിക് സർവീസ് ആക്ടിലൂടെ മുൻപുണ്ടാക്കിയ ചട്ടങ്ങൾക്കും വിശേഷ ചട്ടങ്ങൾക്കും നിയമപ്രാബല്യം നൽകുകയും ഇനി ഈ ചട്ടങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഭേദഗതി നടത്തുവാനും പുതിയ ചട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഗവൺമെൻറ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് കൂടുതൽ സങ്കീർണതകളൊന്നുമില്ലാതെ ഒരു സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട, ഒരു ഓർഡർ പുറപ്പെടുവിച്ചാൽ മതി, ഒരു സ്പെഷ്യൽ ഓർഡർ പുറപ്പെടുവിച്ചാൽ മതി. ഇത്ര മാത്രമേ ഉള്ളൂ. 310 നമുക്കറിയാം, പെൻഷനെ പറ്റിയാണത്, ഡോക്ടർ ഓഫ് പ്ലഷറാണ്. അവിടെ പറയുന്നത് അഖിലേന്ത്യാ സർവീസിലേക്ക് പ്രസിഡൻറ്റിൻ്റെ പ്ലഷറിനനുസരിച്ച് ഒരു പ്ലഷർ, ഡോക്ടർ ഓഫ് പ്ലഷർ അവിടെ വരുന്നു, ഒരു സന്തോഷ സിദ്ധാന്തം വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് പെൻഷൻ പ്രായമൊക്കെ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ 309 പ്രയോഗം ഗവൺമെൻറ് അവസരോചിതമായി നടത്തിയാൽ ഈ കുട്ടികളിലും സന്തോഷം നിറയുകയും അവർക്കവരുടെ കുടുംബത്തിന് ചെയ്തു കൊടുക്കണമെന്നവരുദ്ദേശിക്കുന്ന ആ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ശ്രമം ആരംഭിക്കുകയും ചെയ്യാൻ കഴിയും. അതിനുള്ള നടപടിയാണ് ഈ കുട്ടികൾ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത് ഞാനതിനെപ്പറ്റി പരിശോധിച്ചപ്പോൾ മറ്റ് സ്റ്റേറ്റുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം ആന്ധ്രാപ്രദേശിൽ ഇതാ ഈ അടുത്ത കാലത്തൊരു ഉത്തരവിറങ്ങിയിരിക്കുന്നു. നോൺ യൂണിഫോംഡ് പൊസിഷനിലുള്ള തസ്തികകൾക്ക് അവർ ഏജ് 40 കൂട്ടിയത്, 34, നമ്മുടെ 36 കിടക്കുക, അവർ 34 കിടന്ന പ്രായം 42 വയസ്സാക്കിയിരിക്കുന്നു. കണ്ടോ? അപ്പോൾ നമുക്ക് മറ്റ് സ്റ്റേറ്റുകളുടെ കീഴ്വഴക്കവും നമ്മുടെ മുന്നിലുണ്ട്. 34 നിന്നാണ് അവർ 42 ആക്കിയത്. യൂണിഫോംഡ് പോസ്റ്റിൻ്റേത് അവർ 2 വർഷം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് കർണാടക സർക്കാരും അപ്പർ ഏജ് ലിമിറ്റ് കൂട്ടുകയുണ്ടായി. ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള നീക്കം ഈ ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് അവരിങ്ങനെ ഓരോ തലങ്ങളിലും ഒഫീഷ്യലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ അടുത്ത് നമ്മളൊരു പത്രവാർത്ത കണ്ടു. നിയമസഭയിലാണ് പ്രഖ്യാപനം ഉണ്ടായത്. നമ്മുടെ KSRTC ബസ്സുകളിൽ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചു എന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവന നമ്മൾ എത്ര സന്തോഷത്തോടെ അത് സ്വീകരിച്ചത്. കുറച്ച് നേരത്തെ ഉണ്ടാകേണ്ടതായിരുന്നു, പക്ഷെ ഇപ്പോഴെങ്കിലും അത് ഉണ്ടായല്ലോ. ഇതേ രീതിയിൽ തന്നെ ഗവൺമെൻറ് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ അപ്പർ ഏജ് ലിമിറ്റിൻ്റെ കാര്യം. അതിൽ ന്യായമുണ്ട്. കൊറോണയുടെ പശ്ചാത്തലവും ഇപ്പോൾ വന്നിരിക്കുന്ന NPS അനുസരിച്ച് പെൻഷൻ പ്രായം 60 ഉയർന്നിരിക്കുന്നതും ഇതിൽ അടങ്ങിയിരിക്കുന്ന ന്യായം എന്തെന്ന് വ്യക്തമാക്കുന്നതാണ്. അവിടെ ഗവൺമെൻറ് തീർച്ചയായും ഗവൺമെൻറ്റിന് നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് ഈ പെൻഷൻ പ്രായമല്ല, ഈ പ്രായപരിധി കൂട്ടിയാൽ അത് തീർച്ചയായും ഈ കുട്ടികൾക്കൊക്കെ സന്തോഷം പകരുന്നതായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർ ഗവൺമെൻറ്റിനോട് എല്ലായ്പ്പോഴും കടപ്പെട്ടിരിക്കുമെന്നതിലും സംശയമില്ല. പക്ഷേ വൈകിക്കൂടാ. ഇന്ന് നടത്തേണ്ട കാര്യം
ഇനിയും 1 വർഷം കഴിഞ്ഞ് നടത്തട്ടെ എന്ന് കരുതിയാൽ ഇന്ന് പ്രായപരിധിക്ക് പുറത്തു നിൽക്കുന്നവർ പുറത്തു തന്നെ നിൽക്കും. ഇപ്പം നോക്കൂ, LDC വെബ്കോ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS തുടങ്ങി ഒരു പറ്റം തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അടുത്ത 1-2 മാസങ്ങൾക്കുള്ളിൽ വരികയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, SBCID ഇതൊക്കെ വന്നു കഴിഞ്ഞു. ഇവയിലേക്കൊക്കെ ഇവരെ ഒന്ന് കൊണ്ടുവരണ്ടേ? അതിനുവേണ്ടി ഇത് അടിയന്തരമായി നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട്. ഈയൊരു പരിധി വർദ്ധിപ്പിക്കൽ ഗവൺമെൻറ് അടിയന്തരമായി ആലോചിച്ച് തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഇവരോട് നീതി കാണിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഉദ്യോഗാർത്ഥികളുടെ ന്യായമായ ഈ ആവശ്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ സത്വര ശ്രദ്ധ പതിയുമെന്ന് പ്രത്യാശിക്കുകയാണ്. ഗവൺമെൻറ്റിനോട് നിങ്ങളോടൊപ്പം ഈ വീഡിയോയിലൂടെ അപേക്ഷിക്കുകയാണ്, ഗവൺമെൻറ്റിനോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ശ്രമങ്ങളുമായി ഇപ്പോൾ പോകുന്നത് പോലെ സമാധാനപരമായി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വിജയമുണ്ടാകും എന്ന പ്രതീക്ഷ, ഒരു ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് വെച്ച് പുലർത്തേണ്ടത്. വിജയാശംസകൾ. ഗുഡ് ബൈ.